രാത്രി 8:30 കാക്കു ചിക്കനും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാണെങ്കിലും രാത്രി കൂട്ടാനൊന്നും ഇല്ലേനും. രാവിലെ ഞാൻ ക്യാരറ്റ് ഉപ്പേരി വെച്ച് പോയതാണ്, അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കട്ട എട്ടര ആയിക്കണം കേട്ടോ. അപ്പം ഇതാ തട്ടി കൂട്ടിയിട്ട് ചിക്കൻ വരട്ടാൻ പോവാം കേട്ടോ. എളുപ്പമാണ്, ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി കേട്ടോ. എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതൊക്കെ ഒരു തക്കാളിയുടെ പകുതി, ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത ചെറിയ ചാറക്കാട്ടോ ഇടുന്നത്. പിന്നെ അതൊരു ചെറിയ സവോള, ഇതും ജസ്റ്റ് ഇതൊക്കെ നരക്കാനുള്ളത്, അതുകൊണ്ട് ഭംഗിയിലരിയൊന്നും വേണ്ട. എന്നിട്ട് കൊത്തി നോക്കിയിടുക, എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക മിക്സിയിൽ. ഇനി ഇതാ ചിക്കൻ കഴുകി ഞാൻ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുക്കർ തട്ടിക്കുട്ടൊക്കെ കുക്കറിലാവുമല്ലോ, അതും ഇട്ടു. നമ്മൾ ഈ അരച്ചതുണ്ടല്ലോ, ഈ അരച്ച ഈ അരപ്പും ഇതൊക്കെ ഇടുക. അരപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒരു 4 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 2 സ്പൂണ് അല്ലെങ്കിൽ 1 സ്പൂൺ മതി, ഇങ്ങനെ ഐശ്വര്യം ഇരുന്ന് കേൾക്കില്ല. 2 സ്പൂൺ, ഒരു സ്പൂൺ മുളകും പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇതിടുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ ആവുകൊണ്ട് വെള്ളം ചേർക്കണ്ട, പക്ഷേ ഞാൻ ഈ ജാറിൽ കുറച്ച് അരവുണ്ട്, അപ്പം ഞാനത് മാത്രം കുറച്ച് ഒന്ന് വെള്ളമാക്കിയിട്ട് ഇത് കുഴിക്കാറിൻ്റെ മൂലയിൽ കുറച്ച് ഇങ്ങനെ അരപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ചുവട്ടിയത് കുഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് സ്റ്റൗവിൽ വെക്കുക. പെട്ടെന്ന് വെക്കാനാവുകൊണ്ട് 2 വിസിൽ. ഇത് വേകുമ്പോഴത്തേനും കുറച്ച് ചെറിയൊരു പണി കൂടി ഉണ്ട് കേട്ടോ. ഇതാത് വേകുമ്പോഴത്തേനും കുറച്ച് സവാള ഒന്ന് വഴറ്റിയിടാം. സവാള കാക്കുന്ന ഇഷ്ടമാണ്, ചിക്കൻ വരട്ടിയിട്ട് സവാളയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഈ സവാള ഇല്ലാന്നുള്ള പരിഭവം വേണ്ട അല്ലേക്കോ. ജസ്റ്റ് സവാള നമ്മൾ നേരത്തെ ഒരു പകുതി തക്കാളിയിൽ അരപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അതുപോലത്തെ ബാക്കി തക്കാളിയും കൂടി ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് എണ്ണയിലൊന്ന് വഴറ്റുക കേട്ടോ. എന്നിട്ട് അത് ഇതൊക്കെ കൂട്ടുക. അപ്പോൾ ഇതൊന്ന് വഴങ്ങി വരുമ്പോഴത്തേനും അത് വേകും. നമുക്ക് കൂടുതൽ സമയത്തിൻ്റെ പിന്നെ ഞാൻ ഈ പകുതി തക്കാളി എടുക്കാൻ കാരണം എന്തായാലും ഇത് വലിയ തക്കാളി കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 2 എടുത്തോ, 1 അരക്കാനും 1 വഴറ്റാനും, അല്ലെങ്കിൽ 1.5 ഒക്കെ എടുക്കാം. നേരത്തെ അതിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട്, അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാ പോലെ ഉള്ളി ഒന്ന് നല്ലോണം വഴന്നിട്ട് തക്കാളി ഇടുക. ജസ്റ്റ് ഒന്ന് 2 കൂടി ഒന്ന് നല്ല സോഫ്റ്റ് ആകുമ്പോൾ ആ ചിക്കൻ ഇതൊക്കെ കൊട്ടുക, ഇളക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഞാനവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇപ്പം തന്നെയാണ് കഴുകി വെക്കും കേട്ടോ. ചിക്കൻ കഴുകിയ പാത്രങ്ങളും ഒക്കെ മറ്റേതൊക്കെ. അതാ 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ എയർ കളഞ്ഞ് തുറന്ന് നോക്കുകയാണ്. ഇനി വന്നിട്ടില്ലാവുന്നതാണ് ഞാൻ ഒന്നും കൂടി നോക്കും. വെള്ളം ഇറങ്ങിക്കോണു അല്ലേ. എന്തൊക്കെയാണ് ചിക്കൻ വെന്തിക്കണു. ഞാൻ ഇത് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റില്ലേ അതൊക്കെ ഇത് കേട്ടോ. ഇതിൽ അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നേരത്തെ ഒന്നത് ചുവച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലൊക്കെ കിടന്ന് വറ്റിക്കോളും. ഇനി ജസ്റ്റ് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് എത്ര ഡയറ്റിലെ ഗ്രേവി വേണ്ടി വെച്ചാൽ ആ രീതിക്ക്. കറി വേണമെങ്കിൽ തന്നെ എടുക്കാം, അല്ല ഒന്നുകൂടി വരണ്ട പോലെ വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് വറ്റിക്കുക. ഒന്ന് കാണിക്കുന്നത് അത് അത്യാവശ്യം കറി ആയിക്കോളും അല്ലേ. ഒന്ന് വറ്റിച്ച് ശരിയാക്കി വെക്കാം. ചിക്കൻ വേവാൻ വെച്ച സമയത്ത് ഞാൻ ഉള്ളി വയാൻ വെച്ചിട്ടേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പാത്രം കഴുകിയിട്ടു. എനിക്കിതാ ഇത് മാത്രമേ ഉള്ളൂ, ഈ കുക്കറും കൂടിയേ കഴുകാനുള്ളൂ. ഞാൻ അപ്പം കഴുകി വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഫുഡ് കഴിച്ച് വരുമ്പോൾ ഒരു മടുപ്പ് ഉണ്ടാവില്ല. ഫുഡ് കഴിച്ചാൽ നമ്മൾ കഴിച്ച പ്ലേറ്റും ഗ്ലാസ്സുകളും മാത്രമേ കഴുകാണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ എൻ്റെ ചിക്കൻ ഇവിടെ കടന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാകമാകുമ്പോൾ ഞാൻ നിർത്തും.
പിന്നെ ഇന്ന് ഞാൻ വീഡിയോ എടുത്തത് എന്തെങ്കിലുമൊക്കെ ഇടണം നിങ്ങൾക്ക് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ എടുത്തതാ കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഇത് നിങ്ങൾക്ക് റെസിപ്പി ആയിട്ട് തന്നതുമല്ല, നിങ്ങൾക്കിത് അറിയാത്ത കാര്യമല്ല. എനിക്ക് ഇഷ്ടം തോന്നും, ഇടയ്ക്ക് ഭയങ്കര ഇഷ്ടം തോന്നും വീഡിയോ ഇടാനും എടുക്കാനൊക്കെ. അപ്പോൾ ഞാനിടും. കുറച്ച് ദിവസം അങ്ങനെ ഒരു ഭ്രാന്ത് ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് മാറും, പിന്നെ ഉണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് കുറേ വീഡിയോസ് വരും, പിന്നെ കുറച്ച് കാലം ഒന്നും ഉണ്ടാവില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ അതിലൊരു സമയത്തൊരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കയറും, കുറച്ച് കഴിഞ്ഞാൽ അത് പോകും. പിന്നെ തിരക്കാകുമ്പോൾ ഞാൻ മാറ്റി വെക്കാൻ പറ്റിയ ഇതൊക്കെ തന്നെയാണല്ലോ. ഇതൊക്കെ തന്നെ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. സ്കൂളത്തെ കാര്യങ്ങൾ മാറ്റി വെക്കാൻ പറ്റില്ല, മക്കളുടെ കാര്യങ്ങൾ മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ മാറ്റി വെക്കേണ്ടി വരുമ്പോൾ ഞാൻ മാറ്റി വെക്കണ കാര്യങ്ങൾ ഈ വീഡിയോസും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് വെറുതെ തമാശക്ക് എടുത്ത വീഡിയോ ആണ്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കറി പാകമായി വരുന്നുണ്ട്, ഞാനത് നിർത്തും. അപ്പോൾ വീഡിയോ ഇവിടെ കഴിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്കിങ്ങനെ പ്രാന്ത് എപ്പോഴേലും തോന്നുമ്പോൾ ഇനി ഞാൻ വീഡിയോ ആയിട്ട് വരും.